ഹായ് ഫ്രണ്ട്സ്, വലിയ സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കിയോ കേട്ടോ. അപ്പോൾ അബിയും സച്ചിയും കൂടി സംസാരിക്കുന്നതാണല്ലോ മിനിയാന്ന് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സച്ചി പറയണ്ടല്ലോ, രാത്രിയെ ചിലപ്പോൾ അത് കഴിഞ്ഞ് നിൻ്റെ ദേഹത്ത് തന്നെ ആയിരിക്കും കയറണതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, വെറുതെ പേടിപ്പിക്കല്ലേ സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയും, അങ്ങനത്തെ അബദ്ധമല്ലേ നീ കാണിച്ചു വെച്ചിരിക്കണേ. ഇപ്പം തന്നെ അത് ഏത് മുറിയിൽ കയറിയെന്ന് അപ്പോൾ അവന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ദൈവത്തിനും ഒരു ബുദ്ധി ഉപദേശിച്ച് എന്നാൽ അത് ചെയ്ത് വിജയിപ്പിക്കാനുള്ള കഴിവ് നിനക്കില്ല അബി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അബി ആകെ ടെൻഷനായി നിൽക്കണം കേട്ടോ. അതിനിടയ്ക്ക് ജലജോടി വരുന്നുണ്ട്. എന്നിട്ട് പറയണ്ടേടാ പാമ്പിനെ കാണാനില്ലോടാ. അപ്പോൾ അബി പറയുന്നുണ്ട്, ആ സിയെ ഇപ്പോൾ വിളിച്ചത് അയാൾ പറഞ്ഞതേ പാമ്പ് സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കഴിഞ്ഞ് കയറിയിട്ടുണ്ടാവുന്ന. അപ്പോൾ ജലജയ്ക്ക് പേടി, അയ്യോ അപ്പോൾ എൻ്റെ മുറിലെങ്ങനെ കയറിയിട്ടുണ്ടാവും ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ അബി പറയണ്ട, അത് ആരുടെ മുറിൽ കയറിയിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അമ്മേ. ജലജ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് തുള്ളി തുടങ്ങിയിട്ടാ. എന്നിട്ട് അബിനെ കുറ്റം പറയാൻ തുടങ്ങി. നിൻ്റെ ഒടുക്കത്തൊരു ബുദ്ധി അതും പറഞ്ഞിട്ട് ജലജ ആകെ ഒന്ന് നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അബി നിന്ന് ഇപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ തിരിഞ്ഞ് നോക്കണം കേട്ടോ. ജലജ മുറിയിൽ പോയിട്ട് മുറിയിലേക്ക് പോകണത് തന്നെ മെല്ലെയാണ് കേട്ടോ. പതുങ്ങി പോവാണ്. ആകെ നോക്കിയിട്ട് വാതിൽ തുറന്ന് സൈഡൊക്കെ നോക്കി, എന്നിട്ട് പുതപ്പൊക്കെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മെല്ലെ പൊക്കി നോക്കുന്നുണ്ട്. ശുശു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. കട്ടിലിൻ്റെ അടിയിൽ പിന്നെ കർട്ടൻ മാറ്റി നോക്കുന്നുണ്ട്. ഇനി നോക്കാൻ ഒരു സ്ഥലവും ഇല്ല. ഫ്ലവർ വേസ് നോക്കുന്നുണ്ട്. ഒക്കെ പേടിച്ചിട്ട് മെല്ലെയാണ് തുറന്ന് നോക്കണേ. വലിയ എന്നിട്ട് ഇതൊക്കെ എടുത്ത് പൊക്കി നോക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നവ്യ കയറി വന്നു കേട്ടോ. അപ്പം സൂക്ഷിച്ച് നോക്കണേ. ഒരു മിനിറ്റ് നവ്യ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് ചോദിക്കണ്ട, അമ്മ എന്തായി നോക്കണേ. ജലജ പെട്ടെന്ന് ഞെട്ടി പോയിട്ടോ. എന്നിട്ട് ഇവന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മെല്ലെ വന്നിട്ട് പറയണ്ട, അതേ എൻ്റെ കമ്മലിൻ്റെ ഒരു ആണി താഴെ പോയി. അപ്പോൾ നവ്യ പറയണ്ട, അയ്യോ സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ വലിയ വിലയാണ്. സ്വർണ്ണക്കടക്കാരുടെ വീടാന്ന് പറഞ്ഞ് നമുക്കാർക്കും സ്വർണ്ണം വെറുതെ തരത്തില്ലല്ലോ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവ്യ തിരയാൻ കൂടിയിട്ടുണ്ട് കേട്ടോ. നവ്യ കട്ടിലടിയിലും അങ്ങനെ നന്നായി നോക്കണം കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നോക്ക് നിന്നെ പാമ്പ് കൊത്തിയാലും എനിക്ക് നേട്ടാ. അങ്ങനെ ജലജ മെല്ലെ പോയിട്ട് ഷെൽഫ് തുറന്നു കേട്ടോ. ഷെൽഫ് തുറന്നപ്പോൾ അതിൽ നിന്ന് സാരിയൊക്കെ കൂടി ഉണ്ടോ ഊത്തിങ്ങോട്ട് താഴത്തേക്ക് ചാടിയപ്പോൾ ജലജ ഓടിയിട്ട് പെട്ടെന്ന് പേടിച്ച് പോയി, അയ്യോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നവ്യ ഓടി ചെന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിച്ചു. അതെ ഇത് പെട്ടെന്ന് ഇത് തുറന്നപ്പോഴേ സാരിയൊക്കെ താഴെ വീണതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തോ ആണെന്ന് പറയുന്നുണ്ട്. പാമ്പാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്താ ഷെൽഫിനകത്ത് പാമ്പാന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, എന്തോ പെട്ടെന്ന് വീണപ്പോൾ പേടിച്ചു പോയി. ഇതിനിടയ്ക്ക് അബിയും റൂമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മെല്ലെ നടന്നിട്ട് ഓരോന്നും മെല്ലെ പൊക്കി നോക്കണമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടിയുടെ കളിപ്പാട്ടം കാലുമ്പോൾ തട്ടി. അപ്പോൾ അബിയും പേടിച്ചു. അങ്ങനെ അബി എല്ലായിടത്തും തപ്പിയിട്ട് മറ്റേ കാട്ടിലിൻ്റെ അടിയിൽ കിടന്നിട്ട് അടിയിൽ നോക്കണം കേട്ടോ വല്ലതുണ്ടോയെന്ന്. അപ്പോൾ അപ്പുറത്തൂടെ നവ്യയുടെ നവ്യ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നത്, നിനക്ക് എന്താടാ പറ്റിയത്, നീ എന്തായി നോക്കണേ. അത് ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറയണേന്ന് അറിയാണ്ട് തപ്പി പിടിച്ച് നടക്കണം കേട്ടോ. അപ്പോൾ നവ്യ വീണ്ടും ചോദിക്കണം, നീ എന്തായി നോക്കണേ, നിന്റെ സ്വർണ്ണം പോയോ? എൻ്റെ സ്വർണ്ണം എന്ന് ചോദിക്കണ്ടേട്ടാ. അല്ല നിൻ്റെ അമ്മയുടെ മുറിയിൽ പോയപ്പോഴേ അവരും കട്ടിലടിയിൽ നോക്കിയിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു കമ്മലിലാണി പോയിന്ന്. ഞാൻ നോക്കിയതേ എൻ്റെ ഇയർബഡ്സാ എന്ന് പറഞ്ഞിട്ടോ അബി. അപ്പം നവ്യ ദേഷ്യം വന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഇയർബഡ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇയർബഡ്സ് അല്ല ഇരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി അത് വിളിച്ച് ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, കണ്ണുണ്ടായ പോരാ കാണണം. അതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗംഭീര പൂജയൊക്കെ കഴിഞ്ഞ് കണ്ടല്ലോ, ഇനി പാർട്ടി കൂടെ വെച്ചിരിക്കും മുത്തച്ഛൻ. നിൻ്റെ ഒരു വയറ്റിലൊരു കുഞ്ഞുണ്ടായപ്പോൾ എങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പം നവ്യ പറയട്ടാ, അതിനിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായപ്പോൾ എന്നെ നീയും നിൻ്റെ അമ്മയൊന്നും സ്നേഹിക്കണ സമയമായിരുന്നില്ല. അതെങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അബിയുടെ മുഖമൊക്കെ പോയിട്ടോ. എന്നിട്ട് അബി പറയട്ടോ, അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെ പറ്റിയൊന്നും പറയണ്ട. ഇപ്പം നമ്മുടെ പ്രധാന ശത്രു നിൻ്റെ ഏട്ടനാ. നീ ചെയ്ത തെറ്റിനേക്കാളും വലിയൊരു തെറ്റ് അയാൾ ചെയ്തോണ്ടാ നീ ചെയ്തൊക്കെ ഞാൻ ക്ഷമിക്കാൻ തയ്യാറായത്. അപ്പം ഇങ്ങനെ നോക്കണ്ടിട്ട് നവിയുടെ മുഖത്ത്. എന്നിട്ട് പിന്നെ ഈ പാമ്പിൻ്റെ ടെൻഷനാണല്ലോ. അപ്പം അങ്ങോട്ടും കൂടെ ഒക്കെ വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം നവ്യ ചോദിക്കും, നീ എന്തായി നോക്കണേ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് പുറത്തേക്ക് പോകണം കേട്ടോ. ഈ സമയം മുത്തശ്ശിയും ദേവയാനിയും ജാനകിയും കൂടിയിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കി അവിടെ കൊടുന്ന് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യയും നന്ദോട്ടനും കൂടി ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ജലജിയും മോനും കൂടി നവ്യം കൂടി ചെന്നിട്ട് അവിടെ സൈഡിൽ അവർക്ക് രണ്ടുപേർക്ക് സമാധാനം ഇല്ലല്ലോ. അങ്ങോട്ടും കൂടെ ഒക്കെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ ഇവരെ ശ്രദ്ധിക്കണ്ടേ. എന്നിട്ട് നന്ദൂട്ടൻ അങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ, അവൻ എന്നെ കാണുമ്പോഴൊക്കെ നല്ല ടെൻഷൻ ഉണ്ട്, അവനറിയാം അവൻ ചെയ്ത തെറ്റുകളൊക്കെ. എന്നിട്ട് നന്ദൂട്ടൻ നവ്യയോട് ചോദിക്കണ്ടിട്ടാ, എന്താ ചേച്ചിയുടെ ഭർത്താവ് അമ്മയമ്മയും മാറി നിൽക്കണേ? അപ്പം നവ്യ പറയുന്നുണ്ട്, അവർക്ക് മാത്രമൊന്നുമല്ല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ. നയനയുടെ ചടങ്ങായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ അയാളുടെയും ചടങ്ങാണല്ലോ ഈ വീട്ടിലെ കുറ്റവാളിയുടെ. അപ്പം നന്ദോട്ടന് ദേഷ്യം വന്നു. ചേച്ചി കുറ്റവാളി എന്ന് പറഞ്ഞത് ആരെയാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഒരു പോലീസ് ഓഫീസറല്ലേ, എന്നിട്ട് നീ എന്താ ഒന്നും മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നത്? അപ്പം നന്ദോട്ട് അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടാ, എല്ലാം അറിയാം, നാളത്തോടെ മനസ്സിലാവും ആരെ വീട്ടിലെ കുറ്റവാളിന്ന്. അപ്പം അപ്പം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നന്ദുവിൻ്റെ മുഖത്ത്. അപ്പോഴേക്കും മുത്തച്ഛനും ആൺമക്കളും കൂടി അങ്ങോട്ട് എത്തിയിട്ടോ. എന്നിട്ട് മുത്തശ്ശി ചോദിക്കിട്ട്, എന്തായി എല്ലാവരും മധുരപലഹാരങ്ങളൊക്കെ എടുത്ത് വെച്ചോ? അപ്പം മുത്തശ്ശി ഇരിച്ചിട്ട് ചോദിക്കേണ്ടിട്ട്, എടുത്ത് വെച്ചിരിക്കാൻ കണ്ടില്ലേ? എന്നിട്ട് നയനമോളെ എവിടെ ചോദിക്കേട്ടോ മുത്തച്ഛൻ. അപ്പം അനിമ എല്ലാം വന്നിട്ട് പറയുന്നുണ്ട്, അവരവിടെ സ്നേഹിച്ചുകൊണ്ടിരിക്കും മുത്തച്ഛ. അപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചിരിച്ചു കേട്ടോ. അപ്പോൾ അനി പറയുന്നത്, ഞാനാണെങ്കിൽ അറിയാതെ അവരുടെ മുറിയിലേക്ക് ചെന്നും പോയി. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവരുടെ മുറിയിലേക്കൊക്കെ മുട്ടി വിളിക്കാതെ പോണേ? അയ്യോ അമ്മേ, ഡോറ് തുറന്നു കൊടുക്കായിരുന്നു, അതുകൊണ്ടാണ് നോക്കിയേ. എന്തായാലും അവരെന്നെ കണ്ടില്ല.
അപ്പം മുത്തച്ഛനും ദേവേനെയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. ജലജയ്ക്ക് മോന് ഇപ്പോൾ തോന്നുന്നല്ല ടെൻഷൻ. ജലജൻ വല്ല മോനോട് പറയുന്നുണ്ട്, എടാ എനിക്ക് അകത്തേക്ക് കയറാൻ പേടിയെന്ന്. ആ പാമ്പ് പൂജാമുറിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഹാളിൽ എവിടെയെങ്കിലും കാണുമോ? അപ്പം അതിൻ്റെ ഇടയ്ക്ക് അബി താന്നിട്ട് ഇങ്ങനെ നോക്കണം കേട്ടോ. നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജലജവും തൊട്ടു. അപ്പം അബി ഞെട്ടി. അപ്പം ജലജി ഞെട്ടി. അപ്പം എന്നിട്ട് ചോദിക്കും, നീ എന്തായി നോക്കണേന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വെറുതെ നോക്കിയതമ്മേ. അമ്മ അങ്ങനെ വെറുതെ വെപ്രാളം കാണിക്കാതെ. അവരൊക്കെ സംശയിക്കും. ഒന്നാമത് എന്നെ സംശയത്തോടുകൂടി നോക്കണ ഒരുത്തിതേ അവിടെ നിൽക്കുന്നുണ്ട്. ആ നന്ദു അവളുടെ മട്ടുമ്പോൾ അത്ര ശരിയൊന്നുമല്ല. അപ്പം ജലജ പറയുന്നുണ്ട്, അവളെനിക്കൊരു പ്രശ്നമല്ലടാ, പാമ്പാണ് പ്രശ്നം. അപ്പോഴും അബിച്ച് പിറ്റോറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഇനിയിപ്പോൾ ആ പാമ്പ് പിടുത്തക്കാരൻ പണി പഠിച്ചതാണോ? എന്താ അമ്മ ഈ പറഞ്ഞു വരുന്നത്? എടാ ഇന്നലെ അർദ്ധരാത്രി ഇവിടെ പാമ്പിനെ കൊടുന്ന് വെച്ചോൻ അത് കഴിഞ്ഞിട്ട് പാമ്പിനെ എടുത്തുകൊണ്ട് പോയി കാണുമോ? അപ്പം അബി ചോദിക്കുന്നുണ്ട്, അതിന് എങ്ങനെയാണ് അയാൾ അകത്തോട്ട് കയറണത്? ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറൊക്കെ ഞാനല്ലേ പൂട്ടിയത്. പിന്നെ പാമ്പ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ജലജ. അപ്പം അബിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അവ പറയുന്നത്, ഓ പാമ്പ് പാമ്പ് പാമ്പ്, ഒന്നും മിണ്ടാതിരിക്കാമേ. ഇതിനിടയ്ക്ക് പാമ്പ് എവിടേക്ക് എഴയണത് കാണിക്കണ്ട കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചന്തുമോൾ ഇറങ്ങി വരുന്നുണ്ടേ. ചന്തുമോൾ വന്നിട്ട് നവ്യയുടെ അടുത്ത് ഇങ്ങനെ നിന്ന് കേട്ടോ. നവ്യ തൊട്ടപ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങോട്ടെങ്ങനെ മാറി നിൽക്ക് എന്നുകൊണ്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ ജാനകി വേഗം വാ മോളെ എന്ന് പറഞ്ഞിട്ട് അതിനെ ചേർത്ത് നിർത്തിയിട്ടോ. അപ്പോൾ ചന്തുമോൾ ഇങ്ങനെ വിഷമത്തോടുകൂടി നവ്യയെ നോക്കുന്നുണ്ട്. നവ്യ ഒരു കുസലില്ലാതെ നിൽക്കണം കേട്ടോ. പാമ്പ് അപ്പോഴേക്കും ഹാളിൻ്റെ ഒരു സൈഡിൽ ഹാജരായിട്ട് ഇരിപ്പുണ്ട്. ആരും കണ്ടിട്ടില്ല. അതിനിടയ്ക്ക് ജലജ അബി മാറി നിൽക്കണല്ലോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീ വാ, നമ്മളിങ്ങനെ മാറുന്നത് ശരിയാവില്ല. അങ്ങനെ രണ്ടും കൂടെ ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് നയനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ, ആദർശ് നയനേനെ. അപ്പോൾ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇതാ സ്നേഹിച്ചവരെത്തി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവ്യാനി എന്നിട്ട് വാ മോളേനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോളോട് ഇരിക്കി. എന്നിട്ട് ആദർശിനെ പിടിച്ചിരുത്തിട്ടോ. എന്നിട്ട് എല്ലാവരും അവിടെ ഇരുന്നേ. അപ്പോഴും നന്ദു അബീനെയും ജലജനെയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഇന്നും കൂടി നീ മനസ്സമാകത്തോടെ നിന്നോ, നാളെ നീയും നിൻ്റെ അമ്മയും കരയും. കൂട്ടത്തിൽ എൻ്റെ ചേച്ചിയുടെ സങ്കടം മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ, അതേ ആദർശിന് എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാ. അനിയൻ നോക്കിയിട്ട് പറയുന്നുണ്ട്, അടുത്ത് നിൻ്റെ വീഴാ, നിൻ്റെ കുഞ്ഞിനെ കാണാൻ അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ താല്പര്യമുണ്ട്. അപ്പം അനിയുടെ അമ്മയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം അനി പറയുന്നുണ്ട്, അതിന് എനിക്ക് ഉടനെ കല്യാണമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ആര് പറഞ്ഞു വേണ്ടെന്ന്? നല്ല ബന്ധം ഒത്തു വന്ന ഉടനെ അതങ്ങ് നടത്തണം. അപ്പോൾ അനിയും നന്ദു കൂടി പരസ്പരം നോക്കുകയാണെ. അപ്പോൾ നയനെ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നന്ദുവിൻ്റെ മുഖത്തേക്കും നയനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, അതിന് എൻ്റെ ഡിവോഴ്സ് വരെ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് കഴിയാൻ വലിയ താമസമൊന്നുമില്ല, കോടതിക്ക് എല്ലാം ബോധ്യപ്പെട്ടതാ. ഇനി എന്ത് പറയുന്നു വിചാരിച്ച് നിൽക്കണം കേട്ടോ ഇനി. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനിടയ്ക്ക് കൂട്ടുകാരനൊന്ന് സഹായിക്കാൻ പറ്റിച്ച് സഹായിക്കേ. നവീൻ്റെ മനസ്സിൽ ആരോ ഉണ്ടെന്നാ നരസിംഹം പറയണത്. അതൊന്ന് കണ്ടുപിടിച്ചിട്ട് അവൻ്റെ കല്യാണം നടത്തി കൊടുക്ക്. നിന്റെ കേസ് ജയിക്കാനും ഡിവോഴ്സിനൊക്കെ കാരണക്കാരൻ നവീന എന്ന് പറയേണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ അനി ചിരിക്കുകയാണ്. അറിയില്ലല്ലോ മനസ്സിൽ എന്തോന്ന് അറിയാണ്ട് പാവം ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അനി ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അവൻ ആ പെണ്ണിൻ്റെ പേരൊന്ന് പറഞ്ഞാൽ മതി, അടുത്ത നിമിഷം തന്നെ ഞാനും ആദർശൻ്റെ കൂടി അവൻ്റെ കല്യാണം നടത്തി കൊടുക്കും. എന്നെ രക്ഷിച്ചേനെ വക്കീൽ ഫീസ് പോലും കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൻ്റെ കല്യാണത്തിലൂടെ ആ കടം നമുക്ക് തീർക്കണം മുത്തച്ഛ. നിങ്ങൾ തലയിട്ടാട്ടുണ്ട് കേട്ടോ മുത്തച്ഛൻ. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവൻ ആരെ സ്നേഹിക്കണമെന്ന് ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അപ്പം അനി ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അതിനുള്ള ശ്രമത്തിലേട്ടാ ഞാൻ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട് കേട്ടോ, അത് കഴിഞ്ഞ് നിന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. അത് കേട്ടപ്പോൾ വീണ്ടും അനിയുടെ മുഖം പോയി. എന്നിട്ട് നന്ദുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനെ ഇവർ രണ്ടുപേരും എന്ത് പറയുമ്പോഴും നയനെ ഇവർ രണ്ടുപേരും കേട്ടോ മാറി മാറി ശ്രദ്ധിക്കണേ. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യം ഭർത്താവല്ലേ ഭാര്യയ്ക്ക് മധുരം കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മുത്തച്ഛൻ പറയുന്നത്, അതെ, അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കാം. അങ്ങനെ അപ്പോൾ ആദർശ സ്നേഹത്തോട് കഷ്ണം ജിലേബി എടുത്തിട്ട് നയനയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് ഇതൊന്നല്ല ടെൻഷൻ. ജലജ അങ്ങോട്ടും ചുറ്റും തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മധുരം കൊടുക്കണം കണ്ടപ്പോൾ അമ്മയും മോനും കൂടി പുച്ഛത്തോട് കൂടിയിട്ട് പരസ്പരം നോക്കുന്നുണ്ട്. അപ്പം നവിക്കും വലിയ തെളിച്ചൊന്നുമില്ല ആദർശ് മധുരം കൊടുത്തപ്പോൾ കേട്ടോ. അങ്ങനെ പരസ്പരം കൊടുത്തോണ്ടിരിക്കുമ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, അതേ എല്ലാവരും കൂടി ഇങ്ങനെ പലഹാരം തന്നാലേ എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പം മുത്തശ്ശി ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അതേ ഭാര്യയ്ക്ക് ഭർത്താവാ ഇത്രയും പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഇതിന്ന് ഏതെങ്കിലും ഐറ്റം എടുത്ത് ഇത്രയും മോൾക്ക് തരുള്ളൂ, അതുകൊണ്ട് മോള് പേടിക്കണ്ട. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും ആദ്യം മുത്തശ്ശനായിട്ട് ഒരു നുള്ളു മധുരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ കൊടുത്തു തുടങ്ങിട്ടോ. ഈ സമയം ജലജ ആദ്യം കൂടിയിട്ട് ജലജ കണ്ടു കേട്ടോ പാമ്പ് ഇഴഞ്ഞു വരുന്നത്. അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി ഇങ്ങനെ ആൾക്ക് ബലം പിടിച്ച് നിൽക്കുക. അത് പറയാനും പറ്റില്ലല്ലോ ഓളില. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും കൊടുക്കില്ല. കഴിഞ്ഞപ്പോൾ ദേവേനെ ചോദിക്കണം, നീ കൊടുക്കണില്ലേ ജലജ എന്ന് ചോദിക്കണ്ട കേട്ടോ. ഞാൻ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അബിയുടെ അടുത്ത് ചോദിക്കിട്ട് പാമ്പ് ഇങ്ങോട്ട് പോയി എന്ന് ചോദിക്കണ്ട കേട്ടോ. എന്നിട്ട് മെല്ലെ പോയിട്ട് മധുരം കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം നന്ദോട്ട് ഇവരെ ശ്രദ്ധിക്കണ്ട കേട്ടോ. നന്ദോട്ട് അങ്ങനെ മനസ്സിലായി എന്താ അവർ രണ്ടിനും ഒരു പരിങ്ങല്. അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. വേഗം എങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഓടിപ്പോയിട്ട് അവിടെ ചെന്ന് നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിയും കൊടുത്തിട്ട് വന്നു. ഇവർ രണ്ടുപേരും പാമ്പ് ഇരുന്നാടത്തേക്ക് നോക്കുക. പാമ്പ് അവിടെ ഇരിക്കും. പാമ്പ് കഴിഞ്ഞിട്ട് എവിടേക്ക് പോയി. അപ്പോൾ ചോദിക്കുന്നത് പാമ്പിനെ കാണാമല്ലോ എവിടേക്ക് പോയി. അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് അഭി പറഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഡെക്കറേറ്റ് ചെയ്തൊരു പൂമാല പൊട്ടിയിട്ട് ജലജ നേരെ മുമ്പിലേക്ക് വീണു കേട്ടോ. ജലജ നിന്ന് ചാട്ടും കരച്ചിലുമാണ്. അപ്പോൾ എല്ലാവരും കൂടി ജലജ നോക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിങ്ങനെ എന്ത് പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി ചോദിക്കും, നീ എന്തിനാ വിളിച്ചേ? അപ്പോൾ ജലജ പറയുന്നത് ഒന്നുമില്ല, ഇവനെ കാലിലൊന്ന് ചവിട്ടി. അപ്പം നന്ദോട്ടിന് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അഭി മുഖം ഒന്ന് ഉരുട്ടിയിട്ട് അമ്മേനെ ഇങ്ങനെ തട്ടുണ്ട് ഇൻറ്റുട്ടി കാണിച്ചതെന്നുള്ള വലിയ കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കാം. അപ്പോൾ അഭിയും ജലജി ഇങ്ങനെ മാറി നിൽക്കണം കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്തിനാ അഭി നിങ്ങൾ മാറി നിൽക്കണേ, ഇങ്ങോട്ട് വാ, അമ്മയും വാ.
ജലജ മെല്ലെ കിഴിപ്പിട്ടും ചുറ്റോട്ടൊക്കെ നോക്കിയിട്ട് മെല്ലെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ജാനകി എല്ലാവർക്കും മധുരമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ലഡു കൊടുത്തോണ്ട് ലഡു തിന്നേണ്ട ഇടയ്ക്ക് അനി നന്ദും പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനി മെല്ലെ പുറത്തേക്ക് അങ്ങോട്ട് വാന്ന് കാണിക്കുന്നുണ്ട് കണ്ണുകൊണ്ട്. അപ്പോൾ നന്ദോട്ടും പറയണ്ടേ ഇല്ല ഇവരെല്ലാവരും ഇല്ലെന്ന് അർത്ഥത്തിൽ കാണിക്കുന്നുണ്ട്. വാ പ്ലീസ് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞാൽ അനി അങ്ങോട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ അതിൻ്റെ അച്ഛനെ ശ്രദ്ധിച്ചു കേട്ടോ അനി പോയത്. അപ്പോൾ നന്ദോട്ട് എല്ലാവരും നോക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് മുങ്ങണ്ടേ. അത് കഴിഞ്ഞ് മെല്ലെ നന്ദോട്ടനെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അനി ചിരിക്കിയിട്ട് എന്നിട്ട് ഒരു കഷ്ണം ലഡു എടുത്തിട്ട് നന്ദോട്ടിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്ദോട്ടത് ആരും ഇല്ലല്ലോ എന്ന് വെച്ചാൽ അങ്ങോട്ട് കൂടെ നോക്കിയിട്ട് മെല്ലെ അത് മേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങോട്ടൂടെ നോക്കിയിട്ട് മെല്ലെ തിരിച്ചൊരു കഷ്ണം ലഡു അനിയുടെ വായിൽ വെച്ച് കൊടുത്തു. അവരവിടെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജലജയും മോനുമാണെങ്കിൽ ഭയങ്കര ടെൻഷനില്ല. ജലജ പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ കണ്ട പാമ്പിനെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് മുത്തശ്ശി ഇരുന്ന് ലഡു കഴിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും സന്തോഷത്തിന് അവർക്ക് ആർക്കും ടെൻഷനില്ലല്ലോ. ഇതിനിടയ്ക്ക് ജലജ അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി എന്ന് വെച്ചിട്ട് എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാം അയ്യോ പാമ്പ് കടിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ ദേവേനി പറയുന്നത് ഇവൾ കുറേ നേരമായിട്ട് ഈ ഭയന്ന് നിലവിളിക്കണ്ടല്ലോ, അയ്യോ എൻ്റെ കാലിൽ എന്തോ കടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവി പറയുന്നത് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഇന്നലെ എന്നെ എന്തോ കടിക്കേണ്ടത് സ്വപ്നം കണ്ടതാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, വലിയ കടിച്ചേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കരച്ചു തുടങ്ങി. അപ്പോൾ മുത്തശ്ശനെ നോക്കുന്നുണ്ട്. അപ്പോൾ അഭി പറഞ്ഞു അമ്മയ്ക്ക് തോന്നിയതായിരിക്കും അമ്മേ, പിന്നെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ 2 ചോരയുടെ കുത്ത് കാണാണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പകച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാമ്പ് ഇങ്ങനെ വന്നിട്ട് ജലജയുടെ സാരി ഇങ്ങനെ അടി കൂടെ ഇങ്ങനെ നുഴയണത് കണ്ടു. പിന്നെ അതിനെ കാണാനുമില്ല. അപ്പോൾ ഈ കുത്തും പാടും കണ്ടപ്പോൾ എല്ലാവരും ആകെ കഷ്ടത്തിലായി വെച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ജാനകി പറയണ്ട അയ്യോ പറഞ്ഞത് ശരിയാണല്ലോ കടിയുടെ പാടുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട് അനിയുടെ അച്ഛൻ അമ്മാമ അങ്ങനെ നിന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേഗം വന്നിട്ട് അനിയുടെ അച്ഛൻ പിടിച്ച് പോക്കുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ജലജ എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ പറയും കടിച്ചത് മൂർഖനാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. മുത്തശ്ശി പറഞ്ഞിട്ട് എല്ലായിടത്തും നോക്കി ഇനി അവള് പറഞ്ഞ് സത്യമാണെങ്കിലോ. ജലജ അയ്യോ പറഞ്ഞിട്ട് കറിഞ്ഞിട്ടാണ് പോകണേട്ടോ. എന്നിട്ട് പറയും മൂർഖനെ കടിച്ചത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അനിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മൂർഖനാണ് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞു ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മൂർഖനെയാണ്. അപ്പം അനിയുടെ അച്ഛൻ പറഞ്ഞു മൂർഖനാണല്ലേ ഒന്നല്ല നീ ഒന്ന് സമാധാനിക്കണ്ടേ ജലജേ. അങ്ങനെ വലിച്ച് എടുത്തിട്ട് കാറിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അയ്യോ അബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുണ്ട്. എന്നിട്ട് രാജേട്ടാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. കൊണ്ടുപോയപ്പോഴേക്കും ആദർശവും നയനിയും നമ്മുടെ നന്ദുട്ടനും കൂടി മറുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ അവർക്ക് ഇത് ഇപ്പം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് കേട്ടോ എല്ലാവരും മുഖത്ത്. അപ്പം നയനെ പറയുന്നുണ്ടോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്നത് നന്ദുട്ടൻ്റെ കൈ പിടിച്ചിട്ട്. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട് കുഴപ്പങ്ങളുണ്ട്, വീടിനകത്ത് പാമ്പ് കയറിയിട്ടുണ്ടെന്ന് തോന്നണേ. അപ്പൊ അതിനെ പേടിച്ചിട്ട് ആദർശനെ നോക്കുന്നുണ്ട് കേട്ടോ. കാറിലാണെങ്കിൽ കിടന്ന് ഗംഭീര നിലവിളിയാണ് കേട്ടോ നമ്മുടെ ജലജ അയ്യോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ അഭി ചോദിക്കുന്നുണ്ട് അമ്മാവ് ഒന്ന് പെട്ടെന്ന് പോവോ എന്ന് ചോദിക്കുന്നുണ്ട്. അജയേട്ടാ വണ്ടി സ്പീഡിൽ വിട് എന്ന് പറഞ്ഞിട്ട് കരയുണ്ട് ജലജ. എന്റെ ജലജ നീ ഒന്ന് സമാധാനപ്പെട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്നത് അജയൻ. ജലജ അയ്യോ എനിക്ക് വെപ്രാളം വരുന്നു എന്റെ ശ്വാസം മുട്ടൽ കാണിച്ചു തുടങ്ങിയിട്ടോ. അപ്പൊ അഭി ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ ഒന്നും ഉണ്ടാവില്ല നമ്മളിപ്പോ എത്തും. അയ്യോ ഞാനിപ്പോ ചത്തുവും അബി എന്ന് വിളിച്ചിട്ട് കരയുന്നുണ്ട്. ഇല്ല അമ്മ ഒന്നുമില്ല നമ്മളിപ്പോ എത്തും. പിന്നെയും കരച്ചിലാണ് കേട്ടോ. അയ്യോ എന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അഭി ആശ്വസിപ്പിച്ച് തോറ്റു. മാക്സിമം സ്പീഡിൽ അജയ് വണ്ടി വിടുന്നുണ്ട്. എൻ്റെ ശ്വാസം പോണു വെള്ളം എന്നൊക്കെ പറയണ്ട കേട്ടോ. അപ്പോൾ അഭി ചോദിക്കണ്ട അമ്മാവ് ഒന്ന് സ്പീഡിൽ പോകുമെന്ന് ചോദിക്കണേടാ. സ്പീഡിൽ തന്നെയാടെ പോണേ. അത് കഴിഞ്ഞിട്ട് ആദർശം അതിനൊക്കെ തിരിച്ച് വന്ന് നിൽക്കണേട്ടോ. അപ്പോൾ എല്ലാവരും മുഖത്തൊരു വിഷമായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നായനെ നോക്കിയപ്പോൾ അയ്യോ അതേ പാമ്പ് ആദർശേട്ടാ അതേ പാമ്പ് എന്നുകൊണ്ട് ചൂടി കാണിക്കുന്നുണ്ട്. എല്ലാവരും നോക്കിയപ്പോൾ പാമ്പ് വന്ന് ഒഴുത്തിട്ട് റെസ്റ്റ് ചെയ്ത പോലെ നല്ല ഇരിപ്പാണ് ഇട്ടോടെ വന്നത്. ഇതിനകത്ത് എങ്ങനെ പാമ്പ് വരാനാന്ന് ചോദിക്കേണ്ട മുത്തശ്ശി പറയുന്നുണ്ട് അത് ഞാൻ ആലോചിക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് വലിയ വിഷമുള്ള പാമ്പാണല്ലോ. അപ്പോൾ ജയൻ പറയുന്നുണ്ട് എടാ ആദർശം ഒരു വടി എടുത്തോണ്ട് പോവാ നമുക്കതിനെ തോണ്ടി വെളിയിൽ കളയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് വേണ്ട ഏതെങ്കിലും പാമ്പ് പിടുത്തക്കാരനെ വിളിച്ചാൽ മതി, നല്ല വിഷമുള്ള പാമ്പാന്ന് തോന്നണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് ഇനി എന്ത് സംഭവിക്കുന്ന അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഇതിൻ്റെ ഇടയ്ക്കും നമ്മൾ നവ്യ ഉണ്ണീനെ മാറ്റുന്നുണ്ട് കേട്ടോ. ചന്തുമോളെ നീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദർശം പറയുന്നുണ്ട് അപ്പച്ചിക്ക് അറിയാമെന്ന് തോന്നണേ പാമ്പകത്തുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തിനെങ്ങനെ ഭയന്നത്. അപ്പം നവ്യ ദേഷ്യം വരട്ടെ. നവ്യ പറയേണ്ട ആദർശം എങ്ങനെ പറഞ്ഞത് അത് സ്വപ്നം കണ്ടതിൻ്റെ ഭയാന്ന് പറഞ്ഞില്ലേ. അപ്പം നന്ദു പറയുന്നുണ്ട് അവരുടെ മട്ടും പാവൊക്കെ കണ്ടിട്ട് സ്വപ്നാന്ന് തോന്നിയില്ല. രണ്ടാളും പരിങ്ങലോടെയാ ഈ ഫംഗ്ഷൻ തുടങ്ങണതിന് മുന്നേ പുറത്ത് നിന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യക്ക് ആകെ മുഖം പോയി ദേഷ്യം വന്നിരിക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ നന്ദു പറയണ്ടേ എനിക്ക് പരിചയമുള്ള ഒരു പാമ്പ് പിടുത്തക്കാരുണ്ട് ഞാൻ വിളിക്കാം. എന്നിട്ട് നന്ദിട്ട് ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാമ്പ് അവിടെ തന്നെ ഇരിപ്പാണ്. അത് നേരം അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും പാമ്പ് പിടുത്തക്കാരെ എത്തിയിട്ടോ. അപ്പോൾ ആദർശം വന്നിട്ട് പറയും ഒന്ന് പെട്ടെന്ന് വന്നു കൊണ്ട് കൂട്ടിക്കൊണ്ടുണ്ട്. എവിടെ പാമ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് അവിടെ നിന്നുകൊണ്ട് ചൂണ്ടി കാണിക്കുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നുണ്ട് മൂർഖനായതുകൊണ്ട് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, കുറച്ച് മാന്യതയുള്ള പാമ്പാ, എല്ലാവരും ഒന്ന് അകന്ന് നിന്നോ എന്ന് പറയുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് ചാക്കും എടുത്ത് അപ്പം അനിയെ ഓടിപ്പോയിട്ട് ഒരു ചാക്ക് കൊടുന്ന് കൊടുക്കുന്നുണ്ട്, സഞ്ചി കൊടുന്ന് കൊടുക്കുന്നുണ്ട്. അയാൾ മെല്ലെ പാമ്പിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നാവൊക്കെ പുറത്തേക്കിട്ട് ശബ്ദം ഉണ്ടാക്കി നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശിക്ക് പിന്നെയും ടെൻഷൻ. മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശിൻ്റെ അടുത്ത് ജലജയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ദേവാനി പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയല്ലോ, പിന്നെ മൂർഖനാണെന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയുകയും ചെയ്തല്ലോ. മുത്തശ്ശി പക്ഷേ ആകെ സങ്കടമായി. ഇതിനിടയ്ക്ക് അയാൾ ചെന്നിട്ട് പിടിച്ച് പാമ്പ് പിടുത്തക്കാരൻ വന്ന് പിടിച്ച് പാമ്പിന് സഞ്ചിയിലാക്കി. ഇപ്പം എല്ലാവർക്കും ഒരു ആശ്വാസമായി കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ പാമ്പ് വാസുരോടെ നിന്റെ കളി എന്ന് പറയുന്നുണ്ട് പാമ്പിനോട്. എന്നിട്ട് സഞ്ചി തൂക്കി കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട് നല്ല വിഷമുള്ള എന്നാ
കളഞ്ഞ മൂർഖനാ. അടിയടികൾ ആശുപത്രിയിൽ എത്തിച്ചോ എന്ന് ചോദിക്കണേട്ടാ. മുത്തശ്ശൻ പറയണ എത്തിച്ചു. 10 മിനിറ്റുള്ളിൽ അവിടെ എത്തിയെന്നാ പറഞ്ഞത്. ആ എങ്കിൽ കുഴപ്പമില്ല, ഇന്ന് തന്നെ ആളെ കൊണ്ടുവരാൻ പറ്റും. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി. എന്നിട്ട് ആ പാമ്പ് കൊടുത്തുകാരൻ ചോദിക്കണ്ടിട്ട്, അല്ല ഇതിനകത്ത് എങ്ങനെയാ പാമ്പ് കയറിയത്? അപ്പം എല്ലാവരും പരസ്പരം നോക്കുക, എല്ലാവർക്കും അത് തന്നെയാണല്ലോ സംശയം. അയാൾ തന്നെ പറയണ്ടിട്ട്, അല്ല പാമ്പിന് ഇപ്പോൾ വീടൊന്നും കാടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അത് കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് പാമ്പിനോട് പറഞ്ഞു, പിടയ്ക്കാതെടാ, പാമ്പ് വാസനോടാ നിന്റെ കളി. എന്നിട്ട് പോണ പോക്കിൽ നന്ദുവിനോട് പറയണ്ടേ, ശരി മാഡം. അപ്പോൾ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എങ്ങനെ സംഭവിച്ചു. അപ്പം നന്ദുട്ട് അങ്ങനെ ആലോചിക്കാനായിട്ട് നന്ദുട്ട് കുറേ നേരം എല്ലാവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടും പാവമൊക്കെ. എന്നിട്ട് നേരത്തെ ചോദിച്ചല്ലോ നവ്യയുടെ അടുത്ത്, എന്താ ചേച്ചിയുടെ ഭർത്താവും അമ്മായിയും മാറി നിൽക്കണേന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിട്ട് നന്ദുട്ടൻ. അങ്ങനെ നിൽക്കണ നന്ദുട്ടനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ജലജയ്ക്കിനെ നമ്മൾ വിചാരിച്ചപ്പോൾ ജലജയ്ക്കിൻ്റെ പണി കിട്ടി, ചക്കിന് വെച്ചത് കൊക്കിന് വിട്ടു. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.